വർഷം 1975. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടയ്ക്കുന്നു. അതിന്റെ ഭാഗമായി ബീഹാറിലെ വിദ്യാർത്ഥി നേതാവായിരുന്ന ലാലു പ്രസാദ് യാദവിനെ തുറങ്കിലടയ്ക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തിയ കുറ്റം മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ടുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ കുറ്റമായിരുന്നു. 1977 അടിയന്തരാവസ്ഥ അവസാനിച്ചു. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. രാജ്യത്ത് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ജയിലിൽ കിടക്കുന്ന സമയത്ത് ലാലു പ്രസാദ് യാദവിന് ഒരു മകൾ ജനിക്കുകയുണ്ടായി. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം ആ മകൾക്ക് പേരിട്ടത് മിസ എന്നായിരുന്നു. ഏത് രാജ്യദ്രോഹ കുറ്റത്തിനായിരുന്നു അദ്ദേഹത്തെ ജയിലിലടച്ചത്? മിസ എന്ന രാജ്യദ്രോഹ കുറ്റം തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ പേരിൽ അദ്ദേഹം ചേർത്തു. ഏത് പാർലമെന്റാണോ രാജ്യദ്രോഹ കുറ്റമായ മിസ കൊണ്ടുവന്നത്, അതേ പാർലമെന്റിലേക്ക് 2024 തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ബീഹാറിലെ പാട്ലിപുത്ര നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിക്കുകയുണ്ടായി മിസ ഭാരതി. എന്നാൽ ഇന്ന് സുപ്രീം കോടതി വിദ്യാർത്ഥി നേതാക്കളായ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം അനുവദിച്ചിട്ടില്ല. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നതോ മിസയേക്കാൾ ഭീകരമായ രാജ്യദ്രോഹ കുറ്റമായ UAPA ആണ്. UAPA ആക്ടിലെ സെക്ഷൻ 15 തീവ്രവാദ കുറ്റമാണ് ഇവർക്കെതിരെ സത്യം പറഞ്ഞാൽ ചുമത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ ഒരു വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഈ ജയിൽവാസമാണ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതുപോലത്തെയുള്ള കരിനിയമങ്ങൾ നമ്മൾക്ക് ആവശ്യമാണോ എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഉന്നാവോ പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുൽദീപ് സിംഗിനും അതുപോലെ തന്നെ മറ്റൊരു പീഡന കേസിൽ ശിക്ഷിച്ചിട്ടുള്ള റാം റഹീമിനും നിരന്തരമായിട്ടുള്ള ജാമ്യങ്ങൾ ഈ രാജ്യത്ത് നൽകുന്നുണ്ട്. വീണ്ടും ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന ഈ നിയമങ്ങൾ നമുക്ക് ആവശ്യമാണ്? പ്രതികരിക്കുക.